നമസ്കാരം. 10 വർഷത്തെ വിജയൻ ഭരണത്തിൻ്റെ തുടർച്ചയായി നമുക്ക് ലഭിച്ചിരിക്കുന്ന രണ്ട് കോമഡി പീസുകൾ അല്ലെങ്കിൽ കോമഡി ഉത്സവങ്ങൾ. ഒന്ന്, തൈക്കണ്ടി തിരുട്ടുകുടുംബത്തിൻ്റെ നെട്ടോട്ടവും വെപ്രാളവും അതേസമയം അത് മറച്ചു വയ്ക്കാനുള്ള കള്ളപ്പുഞ്ചിരിയുമാണെങ്കിൽ, രണ്ടാമത്തേത് മരമുറി ചാനലിലെ മുതലാളിമാരുടെ ഒടുങ്ങാത്ത ആശങ്കയും നിലവിളിയും അത് മറച്ചു വയ്ക്കാനുള്ള ആത്മവിശ്വാസം കലർന്ന വെല്ലുവിളികളുമാണ്. ഇരു കോമഡി സംഘവും മത്സരിച്ച് അഭിനയിച്ച് ആറാടുന്നു. എന്നാൽ ഈ കോമഡിയിൽ വീണുപോയി ഇവരെ സഹായിക്കാൻ കൂടെ നിന്നവരൊക്കെ ഇപ്പോൾ വെള്ളം കുടിക്കുകയാണ്. കോഴിക്കോട് മേഖല GST ജോയിന്റ് കമ്മീഷണർ ശ്രീവത്സ, കാസർഗോഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സജിത്ത്, കാഞ്ഞങ്ങാട് ഇന്റലിജൻസ് ഓഫീസർ KK സജിനി എന്നീ 3 പേർക്കും GST കമ്മീഷൻ ചാർജ് മെമ്മോ കൊടുത്തിരിക്കുന്നു. ഖജനാവിലേക്ക് ലഭിക്കേണ്ട 22.68 കോടി രൂപ നേടിയെടുക്കാൻ വേണ്ട പരിശ്രമങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാർ ഇതുവരെ നടത്തിയില്ല എന്ന് പറഞ്ഞാണ് ചാർജ് മെമ്മോ. 126 കോടി രൂപ മരംമുറി ചാനൽ സഹോദരന്മാർ അമേരിക്കയിലേക്ക് കൈമാറിയപ്പോൾ അന്നേ ഈടാക്കേണ്ടതായിരുന്നു ഈ തുക. അത് വാങ്ങിയെടുക്കാൻ അവധാനത കാട്ടിയത് പിണറായിയും തിരുട്ടുകുടുംബവും ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് എന്ന് അവർക്കിനി പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. ഉദ്യോഗസ്ഥർ അവരുടെ പണി ചെയ്തില്ലെങ്കിൽ പണി പാലിൻ വെള്ളത്തിൽ കിട്ടുമെന്ന് അവർ അനുഭവിച്ചു തന്നെ അറിയണം. പക്ഷെ അത്ര നിഷ്കളങ്കമാണ് ഇവരുടെ മിസ്റ്റേക്ക് എന്ന് കരുതാൻ പ്രയാസമാണ്. കാരണം 3 പേരിൽ ഒരാളായ ജോയിന്റ് കമ്മീഷണർ ശ്രീവത്സലയാണ് നമ്മുടെ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് കേസിൽ വിവാദത്തിലായ മുൻ പയ്യന്നൂർ MLA കുറി കുഞ്ഞികൃഷ്ണൻ തോൽപ്പിച്ച TI മധുസൂദനന്റെ ഭാര്യ. മരംമുറി കള്ളന്മാരെ രക്ഷിക്കാൻ ആരുടെയൊക്കെയോ ആജ്ഞ കേട്ട് ഉപ്പ് തിന്ന ഈ ഉദ്യോഗസ്ഥർ വെള്ളം കുടിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കാം. ഇനി തൈക്കണ്ടി തിരുട്ടുകുടുംബത്തിലേക്ക് പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നെഞ്ചിടിച്ചുള്ള നെട്ടോട്ടം കാണാം. ഈ വെപ്രാളം മറച്ചു വയ്ക്കാൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നപ്പോൾ ചിരിക്കാതിരുന്ന, മറ്റുള്ളവരോട് സൗമ്യമായി പെരുമാറാതിരുന്ന, മൈക്കിനോട് പോലും ദേഷ്യപ്പെട്ട് കേസെടുത്ത, ബസ്സിൽ നിന്ന് താഴെ ഇറങ്ങാനും വീടിൻ്റെ 2ാം നിലയിൽ കയറാനും ലിഫ്റ്റ് വെച്ച വിജയൻ ഇപ്പോൾ ചിരിച്ച് ഓടി നടക്കുകയാണ്. ഇന്നലെ ചിരിച്ച് കളിച്ച് വിജയൻ വീഡിയോ കോളിൽ ഒരു കുട്ടി സഖാവിനോട് സംസാരിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. ജോളി ജോളി ഇങ്ങനെ എഴുതി. എന്തൊരു മാറ്റമാണ് നമ്മുടെ പിണറായി സഖാവിനെ, എന്തൊരു കരുതലാണ് നമ്മുടെ സഖാവിനെ. 10 വർഷം മുമ്പത്തെ നമ്മുടെ പിണറായി സഖാവ് തിരിച്ചു വന്നു എന്ന് തന്നെ പറയാം. ഭൂമിയിലൂടെ ഇറങ്ങി നടക്കുന്നു, മനുഷ്യരെ കാണുന്നു, മനുഷ്യരോടൊപ്പം നടക്കുന്നു, മനുഷ്യരെ കാണുമ്പോൾ ചിരിക്കുന്നു, മനുഷ്യരെ തൊടുന്നു, ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നു, ദുരന്തബാധിതരുടെ വീടുകൾ സന്ദർശിക്കുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു, അവരുടെ കുട്ടികളെ ചേർത്ത് നിർത്തുന്നു, ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികളുടെ റീൽസിന് കമൻ്റ് ഇടുന്നു, അവരെ വീഡിയോ കോളിൽ വിളിക്കുന്നു, സർക്കാരിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു, സർക്കാരിനെ തിരുത്തുന്നു, സർക്കാരിനെ നേർവഴിക്ക് നടത്തുന്നു, മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നു, ജനങ്ങളുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ആശങ്കകളിലും ദുഃഖങ്ങളിലും അവരുടെ കൂടെ നിന്ന് അവരെ കരുതുന്നു. അങ്ങനെ നന്മയുടെ ദൈവദൂതനായി പിണറായി സഖാവിന് നമ്മുടെ മുന്നിൽ പൂത്തുലഞ്ഞ് വിളങ്ങി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ പിണറായി വിജയനെയാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. ഞങ്ങളെ കരുതുവാനും കാക്കുവാനും സർക്കാരിനെ നേർവഴിക്ക് നടത്തുവാനും അങ്ങൊരു 100 വർഷം കൂടി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ലാൽ സലാം സഖാവേ. ഇത്തരം ട്രോളുകൾക്ക് കാരണമാകുന്നത് പിണറായി വിജയന്റെ പതിവില്ലാത്ത ഈ സൗമ്യതയും വിനയവുമൊക്കെയാണ്. വാസ്തവത്തിൽ ഇത് നെഞ്ചിടിച്ചതിൻ്റെ പ്രതിഫലനമാണ് എന്ന് ആരറിയുന്നു. കഴിഞ്ഞ 10 വർഷം നടത്തിയ മോഷണങ്ങളൊക്കെ പിടിക്കപ്പെടുകയാണ്. ചിരകാലം താനായിരിക്കും ഭരണാധികാരി എന്ന് കരുതി കേന്ദ്രത്തിൽ അന്തർധാര ശക്തിപ്പെടുത്തി മുമ്പോട്ട് പോയി വിജയന് പ്രതീക്ഷിച്ചതല്ല ഈ തിരിച്ചടി. തോൽവി മാത്രമല്ല വിജയനെ ക്ഷീണിപ്പിച്ചത്, പതിവ് രാഷ്ട്രീയ ഫോർമുലയ്ക്ക് അപ്പുറത്തേക്ക് മാറി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ മൂലക്കിരുത്തി VD സതീശൻ മുഖ്യമന്ത്രി ആയതും പിണറായിക്ക് തിരിച്ചടിയായി. കാരണം VD സതീശൻ അറിയാം, തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം തുടരണമെങ്കിൽ പതിവ് ഫോർമുലയ്ക്ക് വഴങ്ങിയിട്ട് കാര്യമില്ലെന്ന്. അതുകൊണ്ടാണ് നുണേശൻ എന്നൊക്കെ പറഞ്ഞ് സഖാക്കൾ ബഹളം വയ്ക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? വിജയനെയും കുടുംബത്തെയും ചുറ്റിവരിഞ്ഞിരിക്കുന്ന ED വെറുതെ പോകുന്ന ലക്ഷണമില്ല. ഇന്ന് കോഴിക്കോട് 8 ഇടത്താണ് റെയ്ഡ് നടന്നത്. ആ 8 ഇടവും പിണറായി വിജയന്റെ മകളും മരുമകളും ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട ഇടങ്ങളാണ്. പിണറായിയുടെ മകൾക്ക് ഇതുവരെ പുറത്തു വരാത്ത ഒരു കമ്പനി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞത് ED അന്വേഷിക്കാൻ ഇറങ്ങിയപ്പോഴാണ്. ലേക്കർ ഇന്ത്യ എന്നായിരുന്നു ആ കമ്പനിയുടെ പേര്. ആ കമ്പനിയുടെ പേരിൽ ബാങ്കിലുണ്ടായിരുന്ന 15 ലക്ഷത്തിലധികം രൂപയാണ് ED മരവിപ്പിച്ചത്. എക്സാലോജിക് എന്ന പേരിൽ ബാംഗ്ലൂരിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് വീണ കള്ളപ്പണ ഇടപാട് നടത്തിയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിലും ഇത്തരം ഒരു കമ്പനി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയുന്നത് ഇപ്പോഴാണ്. ആ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുക മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട പലയിടങ്ങളിലും റെയ്ഡ് നടത്തി. കോഴിക്കോട് മുഹമ്മദ് റിയാസുമായി അടുപ്പമുള്ള പല DYFI നേതാക്കളുടെയും വീടുകളിൽ ഇന്ന് ED റെയ്ഡിനെത്തി.
കോഴിക്കോട് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ചുമതലക്കാരനായ നന്ദുലാൽ എന്ന ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയുടെ വീടാണ് ഇങ്ങനെ റെയ്ഡിനിരയായ ഒരു വീട്. ഡിവൈഎഫ്ഐ ജില്ലാ നേതാവ് പി നിഖിലിന്റെ വീട്ടിലും റെയ്ഡ് നടത്തി. ഇവരൊക്കെ തൈക്കണ്ട് കുടുംബത്തിലെ ബിനാമി ഇടപാടുകളുടെ ചുക്കാൻ പിടിച്ചുവെന്ന് ഇഡിക്ക് സൂചന കിട്ടിയതുകൊണ്ടും രേഖ കിട്ടിയതുകൊണ്ടുമാണ് ഈ പരിശോധന നടത്തിയത്. കോഴിക്കോട് നിരവധി വീടുകളിൽ ഇഡി ഉദ്യോഗസ്ഥർ യന്ത്രത്തോക്കുമായി പരിശോധനയ്ക്കെത്തുമ്പോൾ പ്രതിരോധിക്കാൻ ആരും എത്തിയിരുന്നില്ല. പണ്ട് പിണറായി വിജയന്റെ വീട്ടിലെത്തിയപ്പോൾ പ്രതിരോധിച്ചവരിൽ മഹാഭൂരിപക്ഷം പേരും ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുന്ന സാഹചര്യത്തിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന നിലപാടിലേക്ക് സാധാരണ സഖാക്കൾ മാറിയിരിക്കുന്നു. മാസപ്പടി കേസിൽ അന്വേഷണം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ചിട്ടില്ലെന്നും അവർ പിണറായിയെയും മകളെയും ഒരുമിച്ച് പൂട്ടിയെ മടങ്ങൂ എന്നതിൻ്റെ സൂചനയാണ് യന്ത്രത്തോക്കേന്തി ഇന്നും ഇഡി ഉദ്യോഗസ്ഥർ കോഴിക്കോട് എത്തിയത് വ്യക്തമാക്കുന്നത്. ഇത് 3-ാം തവണയാണ് ഇഡി ഈ കേസുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടത്തുന്നത്. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയപ്പോഴായിരുന്നു അത് വിവാദമായതും അതിൻ്റെ പേരിൽ സഖാക്കൾ ജയിലിലായതും. ഇത്തരം റെയ്ഡുകൾ ഇനിയും തുടരുമെന്നും പിണറായിയെ ചുറ്റിവരിഞ്ഞ് അവസാനിപ്പിച്ചു മാത്രമേ ഇഡി മടങ്ങൂ എന്നും തന്നെയാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന.